അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബർക്കത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു വീട്ടിൽ ബർക്കത്തുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും അതുപോലെ തന്നെ ബർക്കത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യ അവസാനം കേട്ടിരുന്നാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു സാമാന്യ ധാരണ ഉണ്ടാവും. അതുപോലെ തന്നെ വീഡിയോയിൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കുമൊക്കെ എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. എങ്ങനെയാണ് ഒരു വീട്ടിൽ ബർക്കത്ത് ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആദ്യമായി പറയുന്നത്. ഒരു വീട്ടിൽ തുടരെ മരണങ്ങൾ ഉണ്ടാവുക എന്നത് ഒരു വീട്ടിൽ ബർക്കത്തില്ല എന്നുള്ളതിന് കാരണമാണ്, ബർക്കത്തില്ല എന്നുള്ളതിന് ഉദാഹരണമാണ്. മരണം എല്ലായിടത്തും എത്തും. ഏത് കോട്ടക്കൊത്തളത്തിൽ നിങ്ങൾ ഇരുന്നാലും മരണം നിങ്ങളെ തേടിയെത്തും. പക്ഷേ തുടരെ ഒരു വീട്ടിൽ മരണങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ ആ വീട്ടിൽ നിന്ന് മാറി മറ്റൊരു വീട്ടിൽ താമസിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഉത്തമം. ആ വീട്ടിൽ ബർക്കത്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, സമ്പത്ത് ഉള്ള ആളുകൾ, അതായത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ള സമ്പത്തുണ്ട് കയ്യിൽ, അത് അകാരണമായി പല രീതിയിലായി നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുക, അതും ഒരു വീട്ടിൽ ബർക്കത്തില്ല എന്നുള്ളതിന് തെളിവാണ്. അപ്പോൾ അത്തരം വീടുകളിൽ നിന്ന് മാറി താമസിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണകരം. ഇനി ആയുസ്സിലെ ബർക്കത്ത് എന്താണെന്ന് നോക്കാം. ആയുസ്സിലെ ബർക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ചിലരെ പറ്റി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വളരെ കുറച്ചു കാലേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. പക്ഷേ ഒരു 100 വയസ്സ് വരെ ജീവിച്ച പ്രതീതി അദ്ദേഹം ഈ നാട്ടിൽ അല്ലെങ്കിൽ ഇവിടെ ഈ കുടുംബത്തിൽ ഉണ്ടാക്കിയത്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യവും ചെയ്യാൻ ബാക്കി വെക്കാതെയാണ് അദ്ദേഹം പോയത് എന്ന് ആളുകൾ പറയുന്നത് കേൾക്കാം. അല്ലെങ്കിൽ ചില ഭരണാധികാരികൾ അവർ ഭരണം നടത്തുന്നതിനിടയിൽ നടത്തിയ പരിഷ്കാരങ്ങൾ ഒരു 50 വർഷക്കാലം അല്ലെങ്കിൽ 60 വർഷക്കാലം ഭരണം നടത്തിയതിന് തുല്യമായി ഒരു 5 വർഷം കൊണ്ടല്ലോ 10 വർഷം കൊണ്ടോ കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും വളരെ യോഗ്യനായ അല്ലെങ്കിൽ വളരെ മിടുക്കനായ ഭരണാധികാരി. അങ്ങനെ ചരിത്രങ്ങളിൽ പലരും ഉണ്ട്. എന്നതുപോലെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ സമസ്ത മേഖലകളിലും ഉയർച്ചയുണ്ടായ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ ബർക്കത്തുണ്ട് എന്ന്. നേരെ മറിച്ച് ഒരു 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചോ അദ്ദേഹം ഈ നാട്ടിലുണ്ടായിരുന്നോ എന്ന് പോലും ഒരാൾക്കും അറിയാത്ത രൂപത്തിൽ അങ്ങ് കഴിഞ്ഞു പോയെങ്കിൽ ആ ആയുസ്സിൽ യാതൊരുവിധ ബർക്കത്തും ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതാണ് ആയുസ്സിലെ ബർക്കത്ത്. ഇനി നാടുകളിലെ ബർക്കത്ത്. ഏറ്റവും പവിത്രമാക്കപ്പെട്ട മണ്ണ് എന്ന് പറയുന്നത് അത്
മദീനയുടെ മണ്ണാണ്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ബർക്കത്തുള്ള നാട് അത് മദീനയാണ്. ഭൂമിയിലെ മണ്ണുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും മണ്ണാണ്. അപ്പോൾ ബർക്കത്തുള്ള നാടും ഉണ്ട് എന്നർത്ഥം. ഇനി നമ്മുടെ നിത്യജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ എന്തൊക്കെ ചെയ്യണം? ബർക്കത്ത് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ബർക്കത്തിൻ്റെ വഴികളാണ്. ബിസ്മി ബർക്കത്തിൻ്റെ ഒരു വഴിയാണ്. അതെന്ത് കാര്യം ചെയ്യുമ്പോഴും, എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങുക. അത് ബർക്കത്തിൻ്റെ ഒരു വഴിയാണ്. വസ്ത്രം ധരിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലുക, വലത്തേത് മുന്തിക്കുക. അതുപോലെ തന്നെ ഏതൊരു നല്ല കാര്യവും തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലുക എന്നുള്ളത് പതിവാക്കുക. അത് ബർക്കത്തിൻ്റെ ഒരു വഴിയാണ്. അതുപോലെ തന്നെ വലത്തേത് മുന്തിക്കുക എന്നുള്ളതും ബർക്കത്തിൻ്റെ വഴിയാണ്. പിന്നെ ഹംദ് പതിവാക്കുക. എന്താ ഹംദ്? ഹംദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുക. അത് നമ്മുടെ അവസ്ഥ എന്തു തന്നെ ആയാലും നമ്മൾ ഹംദ് ശീലമാക്കണം. നിഅമത്തിനെ ഓർക്കുന്നവർക്ക് മാത്രമേ ഹംദ് പതിവാക്കാൻ സാധിക്കുകയുള്ളൂ. നേരെ മറിച്ച് നിഅമത്തിന് പകരം നിഖ്മത്താണ് ആളുകൾക്ക് ഓർമ്മ വരുന്നത്. അല്ലെങ്കിൽ ആളുകളുടെ നഷ്ടങ്ങൾ അല്ലെങ്കിൽ ആളുകളുടെ ദുഃഖങ്ങളാണ് ആളുകൾ കൂടുതൽ ഓർക്കുന്നത്. ഒരാളുടെ ജനനം എന്ന് പറയുന്നത് ഒരു സന്തോഷമുളവാക്കുന്നതാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് ദുഃഖമുളവാക്കുന്നതാണ്. അപ്പോൾ ദുഃഖമാണ് ആളുകൾ ഓർത്തു വെക്കുന്നത്, സന്തോഷം കൂടുതൽ ഓർത്തു വെക്കുന്നില്ല. സന്തോഷമാണ് കൂടുതൽ ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും എന്തെന്നെ ആയാലും നമ്മുടെ ജീവിതത്തിൽ ഗുണമായാലും ദോഷമായാലും എല്ലായ്പ്പോഴും ഹംദ് നിങ്ങൾ ശീലമാക്കുക. പിന്നെ പറഞ്ഞ വാക്കുകൾ പിൻവലിക്കേണ്ടി വരുന്ന അവസ്ഥ. ഞാനത് പറഞ്ഞത് ശരിയായില്ല, അത് തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണേ എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ പലപ്പോഴും പലർക്കും ഉണ്ടാകാറുണ്ട്. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. പറഞ്ഞ വാക്ക് ഒരിക്കലും പിൻവലിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതും ഒരു നല്ല ലക്ഷണമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും നമ്മൾക്ക് അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവാൻ, നമ്മൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പിൻവലിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവരുത്. നന്നായിട്ട് ആലോചിച്ച് തന്നെ നമ്മൾ കാര്യങ്ങൾ പറയും. ഇനി സംസാരത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വലിയ യോഗ്യതയൊന്നും ആവശ്യമില്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഈ വലിയ യോഗ്യത ഒന്നും ആവശ്യമില്ല. ആർക്കും എന്തും പറയാം. അതുപോലെ തന്നെ ഭ്രാന്തുള്ള ആൾക്കും എന്തെങ്കിലുമൊക്കെ പറയാം, വായ തോന്നിയതൊക്കെ വിളിച്ച് പറയാം. നേരെ മറിച്ച് സംസാരിക്കാതിരിക്കാൻ യോഗ്യത വേണം. അതായത് ചില സന്ദർഭങ്ങളിലൊക്കെ മൗനം വിദ്വാനുഭൂഷണം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അതായത് നമ്മൾ സംയമനവും അതുപോലെ തന്നെ മൗനവും പാലിക്കേണ്ട ചില സന്ദർഭങ്ങളിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആ സംസാരം നമുക്ക് വിനയായി മാറുന്നത് പോലെ തന്നെ നമ്മൾ സംസാരിക്കേണ്ട സന്ദർഭത്തിൽ സംസാരിക്കാതിരുന്നാലും അതും നമുക്ക് വിനയായി മാറും. അപ്പോൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളത് ഒരു
യോഗ്യതയാണ് എന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും എല്ലായിടത്തും എന്തു വേണമെങ്കിലും പറയാവുന്ന സാഹചര്യത്തിൽ വിവേകപൂർവം പറയേണ്ട കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരിച്ചറിവുണ്ടായിക്കൊണ്ട് സംസാരിക്കാതെ സംയമനം പാലിക്കുക എന്നുള്ളതും യോഗ്യതയുള്ള നല്ല ബുദ്ധിയുള്ള ആളുകളുടെ ഒരു ലക്ഷണം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ മൊത്തത്തിൽ പറഞ്ഞത് ബർക്കത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. ഈ സംസാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.